ഇത്ര നാളായി വിസ വെച്ചിട്ട്. ഇവിടെ വിസ വെക്കാൻ സംഗതി ശരിയാണ്. അവിടെ പോയിട്ട് നീ രക്ഷിക്കടാ. അപ്പൊ ഈ ആളുകളൊക്കെ പോകണുണ്ടല്ലോ, വെട്ടിക്കൊടുക്കണേണ്ടപ്പാ. ഈ ആളുകളൊക്കെ പോകണുണ്ടല്ലോ. വെറുതെ ഒരു ആവശ്യമില്ല. ഇവിടെ നാട്ടിലത്തെ പണിയെടുത്താ പോരെ. കൂതറ വന്നിട്ടുണ്ട്, അവൻ ജയിലിലായിരുന്നില്ല. പരോൾ ഹലോ കണ്ടോ കണ്ടോ അത് നടക്കാനിറങ്ങിയപ്പോ ഞാൻ കണ്ട് ഗൾഫിന്ന് വന്നതിനെ ഞാൻ അറിഞ്ഞു. എങ്ങനെയുണ്ട് സുഖമാണോ അവിടെയൊക്കെ ജീവിതം? കുഴപ്പമില്ല. ആ പിന്നെ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ എങ്ങനെ പക്കയായില്ലേ? ഈ 10 വർഷത്തോളം ഗൾഫിലായിരുന്നില്ലേ? എന്നിട്ട് എന്താ വല്ലതും ഉണ്ടാക്കിയ? കുഴപ്പമില്ലടാ. മുമ്പത്തെ മാതിരി ഒന്നല്ല, ശമ്പളമൊക്കെ കുറവാണ്. ആ കാര്യം എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഓഹോ, അപ്പൊ ഞാൻ ചോദിക്കില്ല, നിന്റെ സ്ഥലം ഒന്നും കൊടുക്കണമെന്ന് ഞാൻ ചായക്കടയിൽ നിന്ന് അറിഞ്ഞു. അത് നല്ല വില ഇട്ടാ കൊടുക്കും. ആണോ? അപ്പൊ ഇങ്ങനെ ആ സ്ഥലം ഞാൻ എടുത്തേക്കാം, നല്ല വിലയൊന്നും തന്നേക്കാം പോരെ? ഇപ്പത്തെ മാർക്കറ്റ് ജയിലിൽ കിടക്കണ നീ എങ്ങനെ കളിയാക്കണ? നീ എന്നെ കളിയാക്കണേണ? നീ പത്രം വായിക്കാറൊന്നുമില്ലേ? എടാ ജയിലിലൊക്കെ സുഖവാസമാണ്. തിങ്കളാഴ്ച നല്ല ഭക്ഷണം, ചൊവ്വാഴ്ച നല്ല ഭക്ഷണം, കൂടാതെ 55 രൂപ തന്നെ കൂലി, 620 രൂപയായി. അയ്യാ, ഈ അഡ്രസ് അറിയാവോ? ഓ വന്നല്ലോ. എന്താ നേരെ എന്താ പോണേ? അതിന്റെ ലെഫ്റ്റ് താ, റൈറ്റ് ഒരു പൈപ്പ് കാണാം, അതിന്റെ അടുത്തിൽ താ ഈ അഡ്രസ് ഇതാ. ചിക്കൻ പോകാം. മനസ്സിലായില്ലേ? സുഖമായ ജീവിതം. ഈ പെണ്ണുമ്പിള്ളയുടെ ഒക്കെ വഴക്കൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. സുഭിക്ഷമായ ജീവിതമാണ്. പിന്നെ മഹാനായ വ്യക്തി മാസത്തിൽ വരും, കുറച്ച് പൈസ ഒക്കെ തന്നു, ഒരു സിനിമയൊക്കെ കണ്ട് എന്തെല്ലാം പടങ്ങളാണ്. സുഖമാണ്, നല്ല സുഖം, ഒന്നും നോക്കാനില്ല. അറിയാൻ പാടില്ല. എന്താണ് ഇവന്റെ കാര്യം ആലോചിച്ചിട്ട്? ഇവന്റെയൊക്കെ ഒരു കാര്യം 10 വർഷമായി ഞാനുള്ളൂ. ഇന്ത്യയിലൊക്കെ കാര്യം ഒരു പണിക്കും പോലും പെണ്ണുമ്പിള്ളേനും പണിക്ക് പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ നടക്കണേടാ. നീ ഒന്നും നോക്കണ്ടേ, ഇതെനിക്ക് സുരക്ഷിതമായിട്ട് ഞാൻ വെച്ചേക്കണ സാധനമാണ്. ഇപ്പം അഡ്രസ്സും തിരക്കി പോയല്ല. അവൻ തമിഴനാ, അവൻ അങ്ങോട്ട് തീർത്തേ.